എല്ലാവർക്കും നമസ്കാരം. +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പ്രാക്ടിക്കൽ പരീക്ഷകൾ 23-ന് ആരംഭിക്കുകയാണ്. അതിൽ സ്ഥിരമായി ചോദിക്കുന്ന പാർട്ട് എയിലെ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ പ്രൊസീജിയറുകൾ എങ്ങനെ എഴുതുന്നതെന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. കൗണ്ട് ഫങ്ഷൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഹൗ മെനി സെൽസ് കണ്ടെയ്ൻ ദ വാല്യൂ ഗ്രേറ്റർ ദൻ 1000? ഹൗ മെനി സെൽസ് കണ്ടെയ്ൻ നമ്പേഴ്സ് ഓൺലി? ഹൗ മെനി സെൽസ് എംപ്റ്റി സെൽസ് ആർ ദർ ഇൻ ദി ടേബിൾ? ഹൗ മെനി സെൽസ് കണ്ടെയ്ൻ എനി വാല്യൂ? ഈ 4 ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് കൗണ്ട് ഫങ്ഷൻസ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ പ്രൊസീജിയറിൽ എഴുതണമെന്നുള്ളത് നോക്കാം. വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിൽ എഴുതേണ്ട പ്രൊസീജിയർ ഈ രീതിയിലാണ്. പ്രൊസീജിയർ എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് സ്റ്റെപ്പ് 1 ഓപ്പൺ ലിബറൽ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പാണ് ആദ്യം എഴുതേണ്ടത്. ആപ്ലിക്കേഷൻസ് ഓഫീസ് ലിബറൽ ഓഫീസ് കാൽക്ക്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റർ ദി ഡീറ്റെയിൽസ് ആസ് ഫോളോസ്. അതായത് ക്വസ്റ്റ്യന് തന്നേക്കുന്ന ടേബിൾ എഴുതുന്നതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എഴുതേണ്ടത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതാണ് നമ്മളവിടെ അതിൻ്റെ സിൻറ്റാക്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ കൗണ്ട് ഫങ്ഷൻസ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൗണ്ട് ദി നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് ദി വാല്യൂ എക്സീഡിങ് 1000 എക്സീഡിങ് ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഫംഗ്ഷൻ കൗണ്ട് A1H2 ഡബിൾ കോട്ട്സ് ഗ്രേറ്റർ ദൻ 1000. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 1000-ന് പകരം വേറെ സംഖ്യയാണെങ്കിൽ ഇവിടെ ആ സംഖ്യ കൊടുക്കേണ്ടതാണ്. ഇനി അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി സെൽസ് കണ്ടെയ്ൻസ് നമ്പേഴ്സ് ഓൺലി എന്നുള്ളത് എത്ര സെല്ലിലാണെന്ന് ചോദിച്ചേക്കണേ. ഇനി നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് കൗണ്ട് A1H2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി സെൽസ് കണ്ടെയ്ൻസ് എംപ്റ്റി സെൽസ് എത്ര ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എഴുതേണ്ടത് കൗണ്ട് ബ്ലാങ്ക് A1H2. ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എനി വാല്യൂ ഏതെങ്കിലും വാല്യൂസ് ഉള്ള സെല്ലുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് കൗണ്ട് A1H2. ഈ രീതിയിലാണ് നിങ്ങൾ പ്രൊസീജിയർ എഴുതേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസിൽ A1H2 എന്ന് എഴുതിയേക്കുന്നത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ A1 എന്ന് പറയുന്നത് 390 നമ്മുടെ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനിക്കുന്നത് DRS ഡെബിറ്റേഴ്സ് എന്നുള്ളത് H2. അതുകൊണ്ടാണ് നമ്മൾ ഡാറ്റ തുടങ്ങുന്ന സെൽ അഡ്രസ്സ് മുതൽ ഡാറ്റ അവസാനിക്കുന്ന സെൽ അഡ്രസ്സ് വരെ A1H2 എന്ന് എഴുതിയേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രൊസീജിയർ ഇതോടുകൂടി എഴുതി കഴിഞ്ഞു. ഇതിന് ശേഷം ചെയ്യേണ്ടത് ഔട്ട്പുട്ട് എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് പാർട്ട് എയിലെ അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ്റെ പ്രൊസീജിയറാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് സിസ്റ്റത്തിൽ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സിസ്റ്റത്തിൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആൻസർ ഇതിൻ്റെ താഴെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ അതിനുള്ള സ്ഥലം വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, അതിൻ്റെ പ്രൊസീജിയർ എഴുതുക. പാർട്ട് എയിൽ സ്ഥിരം തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പീവേഡ് ടേബിൾ. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ എഴുതണം എന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ പ്രൊസീജിയർ ഈ രീതിയിലാണ് എഴുതേണ്ടത്. പ്രൊസീജിയർ എന്ന് കൊടുക്കാം. സ്റ്റെപ്പ് 1 സാധാ പോലെ തന്നെ ഓപ്പൺ ലിബറൽ ഓഫീസ് കാൽക്ക്, ആപ്ലിക്കേഷൻസ് ഓഫീസ് ലിബറൽ ഓഫീസ് കാൽക്ക്. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഡാറ്റാസിനെ ABCD 1 2 3 അങ്ങനെ ഇട്ടിട്ട് എഴുതുക. നമുക്ക് തന്നേക്കുന്ന അതേ ഡാറ്റാസ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എഴുതണം. ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു പീവേഡ് ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് 3 സെലക്ട് ദി എൻ്റയർ ഡാറ്റ ദെൻ ക്രിയേറ്റ് പീവേഡ് ടേബിൾ. മൊത്തത്തിൽ ഡാറ്റാസിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പീവേഡ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡാറ്റ പീവേഡ് ടേബിൾ ക്രിയേറ്റ് കറൻറ്റ് സെലക്ഷൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ പീവേഡ് ടേബിളിൻ്റെ സ്ക്രീൻ വരും. അതിൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഐറ്റത്തിനെ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് റോ ഫീൽഡിലേക്ക് മാറ്റണം. സെയിൽസിനെ ഡാറ്റ ഫീൽഡിലേക്ക്, കൺട്രീനെ കോളം ഫീൽഡിലേക്ക്. പ്രൊഡക്ട്സിനെ റോ ഫീൽഡ്, സെയിൽസ് ഡാറ്റ ഫീൽഡ്. പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇത് പ്രൊഡക്ട്സ് റോ ഫീൽഡ്, സെയിൽസ് വോളിയം ഡാറ്റ ഫീൽഡ്, കൺട്രി കോളം ഫീൽഡ്. പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി കൺട്രി കോളം CC എന്ന് ഓർത്താൽ മതി. സെയിൽസ് ഡാറ്റ ഫീൽഡ്, പ്രൊഡക്റ്റ് റോ ഫീൽഡ്. അത് കഴിഞ്ഞാൽ ദെൻ പ്രസ് എൻ്റർ കീ അല്ലെങ്കിൽ ഓക്കെ ബട്ടൺ. ഇങ്ങനെയാണ് നമ്മൾ പീവേഡ് ടേബിളിൻ്റെ പ്രൊസീജിയർ എഴുതേണ്ടത്. ഔട്ട്പുട്ട് എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് പാർട്ട് B അറ്റൻഡ് ചെയ്യുക.